ഹായ്, എല്ലാവർക്കും നമസ്കാരം. മാറ്റിവെക്കാം മക്കൾക്കായി അല്പനേരം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മക്കൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അവരുടെ കയ്യിൽ അനാവശ്യമായ പൈസ അവരുടെ ആവശ്യങ്ങൾക്ക് ചിലവിന് കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് ഒഴിവാക്കണം. കാരണം 10 രൂപ ബസ് ഫെയർ ഇപ്പോൾ പാലക്കാട്ടേക്കാണെങ്കിൽ രാവിലെ 5 രൂപ കൊടുത്താൽ പാലക്കാട് എത്തുന്നതാണ്. അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടും 5 രൂപയെ അവർക്ക് ചിലവുള്ളൂ. മൊത്തം 10 രൂപയെ ചിലവുള്ളൂ. പിന്നെ ടൗൺ ബേസ് ചെയ്ത് പോകുന്നതല്ലേ എന്ന് പറഞ്ഞ് നമ്മളൊരു 10 രൂപ അഡീഷണൽ കൊടുക്കുകയായിരിക്കാം. ഈ അഡീഷണൽ കൊടുക്കുന്ന പൈസ നമ്മളുടെ മക്കൾ തിരിച്ചു കൊണ്ടുവരുന്നുണ്ടോ, അതല്ലെങ്കിൽ എന്താണ് അവർ ചിലവ് ചെയ്തത് എന്നതിനെക്കുറിച്ച് നമ്മളുടെ അടുത്ത് പറയുന്നുണ്ടോ, അത് നമ്മൾ കൃത്യമായി അവരെ വാച്ച് ചെയ്യണം. കാരണം നമ്മൾ കൊടുക്കുന്നത് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ആ കുട്ടിക്ക് ഒന്ന് ബസ്സില്ലാതായാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അൺടൈമിൽ വല്ല അസുഖവും കാരണം വീട്ടിലേക്ക് വരേണ്ടി വരികയാണെങ്കിൽ, സീറ്റ് കിട്ടിയില്ലെങ്കിൽ ബസ്സിൽ ഫുൾ ചാർജ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അഡീഷണലായിട്ട് പൈസ കൊടുക്കുന്നത്. അത് നമ്മൾ എന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഒരു ദിവസം നമ്മൾ കൊടുത്ത പൈസ അവർക്കത് ഉപയോഗം വന്നില്ലെങ്കിൽ പിറ്റേന്ന് ആ കുട്ടിയുടെ കയ്യിൽ ആ പൈസ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മളുടെ മക്കളുടെ കൈകളിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ വെച്ച് കൊടുത്തുകൊണ്ട് അവരെ പല ചിന്തകളിലേക്കും വഴിതെറ്റിക്കാൻ പൈസ എന്നത് ഒരു വലിയ ഘടകമാണ്. ഇപ്പോൾ ഒരു സ്കൂളാണെങ്കിലും ഒരു കോളേജാണെങ്കിലും അവിടെ വരുന്നത് പല ഭാഗങ്ങളിൽ നിന്നുള്ള പല തരത്തിലുള്ള പല കാറ്റഗറിയിലും പല എന്താ പറയുക സമ്പ്രദായത്തിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് കുട്ടികളാണ്. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കണം. എന്നാലും അവിടെ വരുന്ന കുട്ടികളിൽ പലരും നമ്മളിപ്പോൾ കൂടുതലായിട്ട് നമ്മളുടെ പരിസരങ്ങളിലുള്ള സ്കൂളുകളിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാർത്തയാണ് കുട്ടികൾ എന്തുകൊണ്ടോ ലഹരി അടങ്ങിയ മിഠായികൾ അത് സപ്ലൈ ചെയ്യാനായിട്ട് അവിടെ ആളുകൾ എത്തുന്നുണ്ട്. നമ്മളുടെ മക്കൾ അറിയാതെ നമ്മൾ ഒരിക്കലും കുട്ടികളെ കുറ്റപ്പെടുത്തരുത്. അറിയാതെ ചിലപ്പോൾ ഒരിക്കൽ വാങ്ങി അത് കഴിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ അവർ അഡിക്റ്റ് ആകുക, വീണ്ടും അത് കിട്ടാൻ വേണ്ടി അവർ ശ്രമിക്കുക. അത് എവിടെ നിന്നാണോ മേടിക്കേണ്ടത്, ആരെയാണോ കാണേണ്ടത്, അത് അവർ നിരന്തരമായിട്ട് ആ ഒരു പ്രവണതയിൽ നമ്മുടെ മക്കൾ എത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ ബസ്സിന് കൊടുക്കുന്ന പൈസയ്ക്ക് പുറമെ അവരുടെ അത്യാവശ്യ ചിലവിന് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വെച്ച് നീട്ടുന്ന പൈസ കൊണ്ട് അവർക്ക് ഇത്തരം കാര്യങ്ങളും സാധിക്കും. എല്ലാ കുട്ടികളും അങ്ങനെ ചെയ്യണു എന്ന് നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അഥവാ 100 കുട്ടികളിൽ ഒരു കുട്ടി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കുട്ടിയുടെ ജീവിതം നശിക്കുകയാണ്. ആവശ്യത്തിനല്ലാതെ അനാവശ്യത്തിനായിട്ട് ഒരിക്കലും കുട്ടികളുടെ കയ്യിൽ 10 പൈസ കൊടുക്കാതിരിക്കുകയും, കൊടുക്കുന്ന പൈസ അന്ന് വൈകുന്നേരം വീടെത്തിക്കഴിഞ്ഞാൽ ബസ്സിന് അയച്ച് ബാക്കി പൈസ എത്രയുണ്ട് നിൻ്റെ കയ്യിൽ എന്ന് നമ്മൾ ചോദിക്കണം. ഞാൻ അങ്ങനെ ചോദിക്കുന്ന ഒരമ്മ തന്നെയാണ്. കാരണം എന്തതിലും നമ്മളെക്കുറിച്ച് ഇങ്ങനെയുണ്ടോ എന്ന് ചിന്തിച്ചാലും നമുക്കത് വലിയ വിഷയമല്ല. കാരണം നമ്മുടെ മുന്നിൽ നമ്മുടെ മക്കളുടെ ഭാവിയാണ് വലുത്. അപ്പോൾ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നോട്ട് ബുക്ക് വാങ്ങിക്കാനായിരിക്കാം, പല പല കാര്യങ്ങൾ, പെൻസില്, പേന, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വാങ്ങാനുണ്ടാവാം പുറമെ. മാക്സിമം അത് നമുക്ക് പുറത്ത് പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ടൊന്ന് വീട്ടിൽ വയ്ക്കാവുന്ന സാധനങ്ങളാണ്. അങ്ങനെ വരികയാണെങ്കിൽ ആ കുട്ടികൾക്ക് എങ്ങനെയാണ് അനാവശ്യമായിട്ട് പൈസയുടെ ആവശ്യം വരിക? ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ആ കുട്ടികളൊക്കെ സത്യം പറഞ്ഞാൽ ഈ പെരുമഴയത്തും പെരുവെയിലത്തും പാടത്തും പറമ്പത്തും റോഡിലും പോയി പണിയെടുത്ത് കൊണ്ടുവരുന്ന അച്ഛനും അമ്മയുമാണ് ആ ഫാമിലികളിലൊക്കെ ഉള്ളത്. അപ്പോഴും സ്വന്തം മക്കൾ പഠിച്ച് ഉന്നത നിലയിലെത്തി അവരെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. എന്നിട്ടും ആ അച്ഛൻ്റെയും അമ്മൻ്റെയും കഷ്ടതകളൊന്നും മനസ്സിലാക്കാതെ നമ്മളുടെ കയ്യിൽ നിന്ന് കുട്ടികൾ പൈസ കൂടുതൽ വാങ്ങിച്ചെടുത്ത് അത് കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുന്നൊരു സാഹചര്യം ഒരുപാടിന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പം മാക്സിമം നമ്മളുടെ മക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു മാത്രം കുട്ടികൾക്ക് പൈസ കൊടുക്കുകയും അവരുടെ ആവശ്യങ്ങൾ
സത്യസന്ധമാണ് എന്ന് നമ്മൾ ബോധ്യപ്പെടാൻ നമ്മൾ ശ്രമിക്കാം, ബോധ്യമാകാൻ നമ്മൾ ശ്രമിക്കുകയും കൂടി ചെയ്തിട്ട് വേണം കുട്ടികളുടെ കയ്യിൽ പൈസ എന്നൊരു സാധനം ആവശ്യം ഇല്ലാതെ കൊടുക്കുന്നത് നമ്മൾ പരമാവധി ഒഴിവാക്കുക. ആവശ്യങ്ങൾക്ക് അവർ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കണം. ഞാൻ കണ്ട ഒരു ഒരു കുട്ടി, ഞാനൊരു ദിവസം ഇത് സ്റ്റാൻഡിൽ വെച്ചിട്ട് വളരെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അത്തരത്തിലൊരു കുട്ടിയെ ഞാൻ കാണാനിടയായപ്പോൾ പിന്നീട് ഞാൻ ബസ്സിൽ കയറിയപ്പം ബാക്കിയുള്ള ഏതോ 1-2 കുട്ടികൾ എൻ്റെ മടിയിൽ കൊണ്ടുവന്ന് ബാഗ് വെക്കുകയും ആ ബാഗ് എൻ്റെ മടിയിലിട്ടതിന് ശേഷം മൊബൈലെടുത്ത് വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംവിധാനം കണ്ടപ്പോൾ ഞാൻ ആ കുട്ടിയെ വിളിച്ച് പറഞ്ഞത്, ദയയില്ലാതെയോ ദയനീയത തോന്നാതെയോ അവരത് ചുമന്നുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയാതെയോ അല്ല. ഞാൻ പറഞ്ഞു എൻ്റെ മടിയിൽ നിന്ന് ആ ബാഗൊന്നെടുത്ത് മാറ്റാൻ. കാരണം ആ ബാഗ് ഞാൻ ചുമന്ന് താഴെ ഞാൻ ചുമന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി ചെയ്യുന്നത് അത്യാവശ്യ കാര്യങ്ങളല്ല, അനാവശ്യമായ കാര്യങ്ങളായിരുന്നു. അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛനും അമ്മയും ഇതിനെക്കാട്ടിലും വലിയ ഭാരങ്ങൾ ചുമന്നിട്ടാണ് നമ്മളെയൊക്കെ പഠിക്കാൻ അയക്കുന്നത്. അത്യാവശ്യം അത് തൂക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, മോളതെടുത്തോ എന്ന് ഞാൻ പറയേണ്ട ഒരു അവസ്ഥയിൽ ഞാൻ വന്നു. കാരണം ഞാനൊരു അമ്മയായതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ നമ്മൾ കാണുന്ന ചില സംഭവങ്ങൾ നമ്മളെയും ഒരുപാട് ഹേർട്ട് ചെയ്യുകയാണത്. കാരണം അത് ശരിയല്ലല്ലോ. ആരാണെങ്കിലും നല്ല ഉദ്ദേശത്തോടു കൂടി വളർത്തി വന്ന മക്കളാണ് അവരൊക്കെ, എല്ലാവരും, എല്ലാ അച്ഛനും അമ്മയും മക്കൾ നല്ല വഴിക്ക് പോകണം എന്ന് മാത്രം ആഗ്രഹിച്ച് വളർത്തി വരുന്നതാണ്. പക്ഷെ പലർക്കും പറ്റുന്ന ചില തെറ്റുകളാണ് നമ്മൾക്ക് പിടിച്ചാൽ കിട്ടാത്ത ലെവലിൽ നമ്മളുടെ മക്കളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്നത് നമ്മളെപ്പോഴും ഓർക്കുക. ഇനിയെങ്കിലും നമ്മൾ എന്നും നമ്മളുടെ മക്കളുടെ ആവശ്യങ്ങളും ചിലവുകളും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളും കൃത്യമായി അന്വേഷിച്ച് മാത്രം നമ്മൾ ചെയ്തു കൊടുക്കുക എന്ന് മാത്രം പറയുന്നു.